നമസ്കാരം. അനന്തപുരിയുടെ പുണ്യഭൂമിയിൽ ദശലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ ഒത്തുചേരുന്ന ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഇനി അധികം നാളുകളില്ല. ലോകത്തിലെ ഏറ്റവും വലിയ സ്ത്രീ സംഗമത്തിന് ഗിന്നസ് ബുക്കിൽ ഇടം പിടിച്ച ഒരു മഹാവിസ്മയത്തിന് പിന്നിലെ ഐതിഹ്യവും ഈ വർഷത്തെ പൊങ്കാലയും നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത്. ആറ്റുകാൽ ഭഗവതിയെ കണ്ണകിയുടെ അവതാരമായിട്ടാണ് സങ്കല്പിക്കുന്നത്. മധുര ദഹനത്തിന് ശേഷം കൊടുങ്ങൂരിലേക്ക് പോകും വഴി ദേവി ആറ്റുകാലിൽ എത്തിയെന്നാണ് വിശ്വാസം. ഈ വരുന്ന ആറ്റുകാൽ പൊങ്കാല സാധാരണ ഒന്നല്ല. 2026 മാർച്ച് 3 പൊങ്കാല ദിനത്തിൽ ആകാശത്തിൽ ഒരു അപൂർവ പ്രതിഭാസമായ സമ്പൂർണ്ണ ചന്ദ്രഗ്രഹണം സംഭവിക്കാൻ പോകുന്നു. ഗ്രഹണത്തിന്റെ ദോഷങ്ങൾ മാറാനും അമ്മയുടെ അനുഗ്രഹം ലഭിക്കാനും നാം അറിയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. കുറച്ച് കാര്യങ്ങൾ പാലിക്കണം. നമ്മൾ പൊങ്കാലയിടുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ വീട്ടിലായിരിക്കും പൊങ്കാലയിടുന്നത്, അല്ലെങ്കിൽ നമ്മൾ ക്ഷേത്രത്തിൻ്റെ അടുത്ത് പോയി പൊങ്കാലയിടുന്നവരായിരിക്കും. അപ്പോൾ എങ്ങനെയായാലും നമ്മൾ അടുപ്പ് കത്തിക്കുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അതായത് നമ്മൾ പത്രക്കടലാസ് ഉപയോഗിക്കരുത്. അതായത് പത്രത്തിലെ അക്ഷരങ്ങൾ ബുധനെയും മക്ഷി രാഹുവിനെയും സൂചിപ്പിക്കുന്നു. ഇത് കുട്ടികളുടെ പഠനത്തെയും കുടുംബ മനസ്സമാധാനത്തെയൊക്കെ ബാധിക്കും. പകരം ഉണങ്ങിയ തേങ്ങയോ അല്ലെങ്കിൽ കർപ്പൂരമോ ഉപയോഗിച്ചിട്ട് നമുക്ക് അടുപ്പ് കത്തിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അടുപ്പിൻ്റെ ദിശ. വായു കോണിലോ ഈശാനു കോണിലോ അടുപ്പ് വെക്കരുത്. അടുപ്പിൻ്റെ മുൻഭാഗം കിഴക്കോട്ട് തന്നെ ആയിരിക്കണം. അത് വീട് ഏത് വശത്തോട്ടാണെങ്കിലും, നമ്മുടെ വീട് ചിലപ്പോൾ തെക്കോട്ടോ വടക്കോട്ടൊക്കെ ആണെങ്കിലും നമ്മൾ അടുപ്പ് കൂട്ടുമ്പോൾ വീടിൻ്റെ അടുത്താണെങ്കിലും അമ്പലത്തിൽ നമ്മൾ കിഴക്കോട്ട് തിരിഞ്ഞ് നിന്നിട്ടാണ് പൊങ്കാല ഇടേണ്ടത്. പിന്നെ അതുപോലെ വീടിലാണ് നമ്മൾ ഇടുന്ന സമയത്ത് വീടിൻ്റെ മുറ്റത്ത് നമ്മുടെ ഫ്രണ്ട് ഡോറിൻ്റെ നേരെ ഓപ്പോസിറ്റ് നിന്നും, ഫ്രണ്ട് ഡോറിൽ നിന്ന് നോക്കുമ്പോൾ നേരെ കാണാത്ത രീതിയിൽ വലത് സൈഡിലോ ഇടത് സൈഡിലോ മാറിയിട്ട് വേണം പൊങ്കാല ഇടാനായിട്ട്. അതുപോലെ തന്നെ പ്ലാസ്റ്റിക് സാധനങ്ങൾ, അതായത് പ്ലാസ്റ്റിക് കവറിലൊന്നും നമുക്ക് ഈ പൊങ്കാലയ്ക്ക് ആവശ്യമുള്ള സാധനങ്ങളൊന്നും മേടിക്കരുത്. അത് വാഴയിലയിലോ അല്ലെങ്കിൽ തുണി സഞ്ചിയിലോ മേടിക്കാൻ നോക്കുക. പ്ലാസ്റ്റിക് ശനിയുടെയും കേതുവിൻ്റെയൊക്കെ ഒരു സ്വാധീനമുള്ളതാണ്. അതിനാൽ നമ്മളിങ്ങനെ പ്ലാസ്റ്റിക് റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ ഒഴിവാക്കുക. പിന്നെ അതുപോലെ തന്നെ ചന്ദ്രഗ്രഹണവും ബാധിക്കുന്ന നക്ഷത്രക്കാരെക്കുറിച്ച് പറയാം. അതായത് നമ്മൾ ഗ്രഹണം വൈകുന്നേരം 3:20 മുതൽ 6:48 വരെയാണ്. അതായത് ചിങ്ങരാശിയിലെ മകം, പൂരം, ഉത്രം, അതായത് ആദ്യ കാൽഭാഗം നക്ഷത്രക്കാരെയൊക്കെ, കുംഭരാശിയിലെ ചതയം, പൂരട്ടാതി നക്ഷത്രക്കാരെയൊക്കെ ഇത് ബാധിക്കും. അപ്പോൾ ഈ നക്ഷത്രക്കാർ അനാവശ്യ ഭയം, ദേഷ്യം എന്നിവയൊക്കെ ഒഴിവാക്കി ശാന്തത പാലിക്കണം. വലിയ സാമ്പത്തിക ഇടപാടുകളൊക്കെ അന്നേ ദിവസം ഒഴിവാക്കണം. ഗ്രഹണ സമയത്ത് ഓം ഹ്രീം ദുർഗായേ നമഃ എന്ന മന്ത്രം 108 തവണ ജപിക്കുന്നത് നല്ലതാണ്. പിറ്റേ ദിവസം നിങ്ങൾ ഭഗവതി ക്ഷേത്രത്തിലൊക്കെ പുഷ്പാഞ്ജലി നടത്തുന്നതും അന്നദാനമോ വസ്ത്രദാനമോ ഒക്കെ അന്നേ ദിവസം ചെയ്യുന്നത് ഈ നാളുകാർക്ക് നല്ലതാണ്. പിന്നെ ഭക്ഷണ സാധനങ്ങൾ ഗ്രഹണരശ്മികൾ ഏൽക്കാതിരിക്കാനായിട്ട് ദർഭപ്പുല്ലുണ്ടല്ലോ, അത് നമുക്ക് ആ പാത്രത്തിൻ്റെ മുകളിൽ വെച്ച് വയ്ക്കുന്നതൊക്കെ നല്ലതാണ്. അതുപോലെ തന്നെ നമ്മൾ അമ്പലത്തിൽ പൊങ്കാലയിട്ട ശേഷം നമ്മൾ അവിടെ നിന്ന് വരുന്നതിന് ശേഷം നമ്മൾ ആ കത്തിച്ച ചാരം ഉണ്ടാവുമല്ലോ, പൊങ്കാലയ്ക്ക് ശേഷം അടുപ്പിലെ ചാരം വെള്ള തുണിയിൽ കെട്ടിയിട്ട് വീട്ടിലെത്തിക്കുക. വീട് ശുദ്ധമാക്കിയ ശേഷം ഇത് പ്രധാന കവാടത്തിന് മുകളിൽ തിലകം ചാർത്തുന്നത് പോലെ നെഗറ്റീവ് എനർജിയൊക്കെ മാറ്റാനായിട്ട് അത് സഹായിക്കും. പിന്നെ നമ്മൾ അമ്പലത്തിലാണെങ്കിലും വീട്ടിലുണ്ടാക്കിയ കലം ഉണ്ടാവുമല്ലോ, പൊങ്കാലയ്ക്ക് എടുത്ത കലം, ആ കലം നമ്മൾ നശിപ്പിച്ച് കളയാനോ പൊട്ടിച്ച് കളയാനോ ഒന്നും നിൽക്കരുത്. ആ കലം നമ്മൾ വീട്ടിലോട്ട് കൊണ്ടുവന്ന് നല്ല രീതിയിൽ കഴുകിയതിന് ശേഷം പൊങ്കാലയ്ക്കിടെ മൺപാത്രം നമുക്കതിനകത്തേക്ക് കുറച്ച് കല്ലുപ്പൊക്കെ നിറച്ച് വെക്കുന്നത് വീട്ടിലെ തടസ്സങ്ങൾ, എല്ലാ രീതിയിലുള്ള തടസ്സങ്ങളും, സാമ്പത്തിക ബുദ്ധിമുട്ടും, പിന്നെ പല രീതിയിലുള്ള ആഹാരത്തിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതെല്ലാം മാറാനൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ വിവാഹ തടസ്സമോ സാമ്പത്തിക ബുദ്ധിമുട്ടോ മാറാനായിട്ട് പാത്രത്തിൽ 1 രൂപ നാണയവും ഉണക്ക മഞ്ഞളും ഇട്ട് 21 ദിവസം ആഗ്രഹം അമ്മയോട് പറയുക. 21 ദിവസം ഇത് ക്ഷേത്രത്തിൽ അതിനുശേഷം സമർപ്പിക്കുകയാണെങ്കിൽ വിവാഹ തടസ്സങ്ങളൊക്കെ മാറാനായിട്ട് നല്ലതാണ്. അപ്പോൾ രാത്രി 6:48 ഗ്രഹണം അവസാനിപ്പിച്ചാലുടൻ വീട് ശുദ്ധമായി നിലവിളക്ക് കത്തിക്കാം. കുളിച്ച് ശുദ്ധിയായ ശേഷം മാത്രം നമുക്ക് പൊങ്കാല പ്രസാദം കഴിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ബാക്കി നമ്മൾ പൊങ്കാല ഇടേണ്ട കാര്യങ്ങൾ, ബാക്കി എങ്ങനെയൊക്കെയാണ് പൊങ്കാല ഇടേണ്ടതെന്നും എങ്ങനെ വ്രതം എടുക്കേണ്ടതെന്നും എന്തൊക്കെ കാര്യങ്ങൾ വീട്ടിൽ പൊങ്കാല ഇടുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നുള്ളത് ഞാൻ ഇതിന് മുന്നേയുള്ള വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ കാണാത്തവരൊന്ന് പോയി വീഡിയോസ് കാണാൻ ശ്രമിക്കണേ. അപ്പോൾ പലവരും ചോദിക്കാറുണ്ട് വ്രതം എന്ന് മുതൽ എടുക്കണമെന്ന്. പലവരും ചിലവർ 7 ദിവസം മുന്നേ എടുക്കാറുണ്ട്, ചിലവർ 9 ദിവസം മുന്നേ എടുക്കാറുണ്ട്. 2026 ആറ്റുകാൽ പൊങ്കാല മാർച്ച് 3-ാം തീയതിയാണ്. നിങ്ങൾക്ക് 3 ദിവസം മുന്നേ എടുക്കാം, അല്ലെങ്കിൽ തലേ ദിവസം, പൊങ്കാലയ്ക്ക് തലേ ദിവസം വ്രതം എടുക്കുന്നവരും ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഫെബ്രുവരി 24 ചൊവ്വാഴ്ച മുതൽ വ്രതം ആരംഭിക്കേണ്ടതാണ്. ചിലർ 9 ദിവസം മുന്നേ എടുക്കും, ചിലവർ തലേ ദിവസം എടുക്കും. അപ്പോൾ വ്രതകാലത്ത് പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് മദ്യവും മാംസാഹാരവും പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കണം. ഒരു നേരം മാത്രം അരിഭക്ഷണം കഴിക്കുന്നത് ഉത്തമമാണ്. തലേ ദിവസം വ്രതം എടുക്കുന്നവരുടെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഒരു നേരത്തെ ഊണ് കഴിച്ചിട്ട് വ്രതം എടുക്കുകയാണെങ്കിൽ കുറച്ച് നല്ലതാണ്. അല്ലെങ്കിൽ നിങ്ങൾ അരിയാഹാരം ഒരു നേരം ഒഴിവാക്കുക, ബാക്കി ഗോതമ്പിൻ്റെ കഴിക്കുക, അല്ലെങ്കിൽ പച്ചക്കറികൾ മാത്രം കഴിച്ച് നല്ല രീതിയിൽ നൊയമ്പെടുത്തിട്ട് നമുക്ക് വ്രതം എടുക്കാവുന്നതാണ്.
ചെയ്യാവുന്നതാണ്. പിന്നെ ശരീരശുദ്ധി എന്ന് പറയുന്നത് ദിവസത്തിൽ 2 നേരം കുളിച്ച് ഭഗവതിയെ ധ്യാനിക്കണം. മനസ്സിനെയും ശരീരത്തെയും ഒരുപോലെ ശുദ്ധമായിട്ട് സൂക്ഷിക്കണം. അതുപോലെ ബ്രഹ്മചര്യം അത് വ്രതകാലത്ത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. പിന്നെ പീരീഡ്സ് ഒക്കെ ആണെങ്കിൽ 8 ദിവസം 7 കഴിഞ്ഞ് 8ാമത്തെ ദിവസം നമുക്ക് വീട്ടിലാണെങ്കിലും അമ്പലത്തിലാണെങ്കിലും നമുക്ക് പൊങ്കാല ഇടുന്നതിന് കുഴപ്പമില്ല. പിന്നെ പാലായ്മ ഉള്ളവരാണെങ്കിൽ അത് അത്രയും ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രം എടുക്കാൻ നോക്കുക. പിന്നെ മന്ത്രജപം ദിവസവും ലളിതാ സഹസ്രനാമവും അമ്മേ ശരണം ദേവി ശരണം എന്ന മന്ത്രമൊക്കെ ഉരുവിടുന്നതൊക്കെ അതീവ പുണ്യം നൽകും. മനഃശുദ്ധി, ദേഷ്യം, പരദൂഷണം, അസൂയ അങ്ങനെയെല്ലാം ഒഴിവാക്കി മനസ്സമാധാനമായിട്ട് നല്ല മനസ്സ് തുറന്ന് എല്ലാവരും നല്ല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല സംസാരങ്ങളെല്ലാം സംസാരിച്ച് നല്ല രീതിയിൽ അന്നേ ദിവസമൊക്കെ കടന്നു പോകുന്നതാണ് നല്ലത്. അതുപോലെ ഈ വർഷം പൊങ്കാല ദിവസം ചന്ദ്രഗ്രഹണം ഉള്ളതിനാൽ താഴെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ആ ഗ്രഹണം വൈകുന്നേരം 3:20 ആരംഭിക്കുന്നത്. അതിന് മുൻപായിട്ട് നമ്മൾ പൊങ്കാല നിവേദ്യം പൂർത്തിയായിട്ട് മടങ്ങാൻ ശ്രദ്ധിക്കുക. പിന്നെ അടുപ്പ് കത്തിക്കുമ്പോൾ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, അടുപ്പ് കത്തിക്കാൻ നിങ്ങൾ പത്രക്കടലാസ് ഉപയോഗിക്കരുത്. ഉണങ്ങിയ തേങ്ങാക്കൊത്തോ കർപ്പൂരമോ നേരത്തെ പറഞ്ഞോണം അങ്ങനെ ചെയ്യുക. പിന്നെ പ്ലാസ്റ്റിക് കവറുകൾ ഒഴിവാക്കുക. അതായത് നമ്മൾ പലവരും പേപ്പറിലും പ്ലാസ്റ്റിക് കവറിലൊക്കെ ഇങ്ങനെ പൊതിഞ്ഞ് കൊണ്ടുവന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ വാഴയിലോ അല്ലെങ്കിൽ തുണിസഞ്ചിയിലോ ശുദ്ധമായിട്ടുള്ള തുണിസഞ്ചി തന്നെ എടുക്കണം. അങ്ങനെയൊക്കെ ചെയ്യുക. പിന്നെ ദർഭപ്പുല്ല് നമ്മൾ നേദിച്ച പ്രസാദത്തിന് മുകളിൽ ദർഭപ്പുല്ല് വെക്കുന്നതൊക്കെ ഗ്രഹണരശ്മികൾ ഏൽക്കാതിരിക്കാനായിട്ട് സഹായിക്കും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ വൈകുന്നേരം 6:48 ഗ്രഹണം അവസാനിക്കുന്ന ശേഷം വീട് മഞ്ഞൾ വെള്ളമോ ശുദ്ധ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് വീട് ശുദ്ധിയാക്കണം. വീട് ശുദ്ധിയാക്കിയ ശേഷം മാത്രം നിലവിളക്ക് കത്തിക്കാൻ പാടുള്ളൂ. പിന്നെ നിർബന്ധമായും സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ടത് കുളിച്ച് ശുദ്ധിയായ ശേഷം മാത്രമാണ് പൊങ്കാല നിവേദ്യം കഴിക്കാൻ പാടുള്ളൂ. അതുപോലെ കുറേ പേരുടെ സംശയങ്ങളുടെ കുറിച്ച് മറുപടി ഞാൻ പറയുന്നുണ്ട് കേട്ടോ. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് പ്രസാദം തയ്യാറാക്കുമ്പോൾ വിശ്വാസപരമായിട്ടും ആചാരപരമായിട്ടും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ ചോദ്യത്തിനുള്ള ചെറിയ മറുപടി കേട്ടോ പറയുന്നത്. അതായത് പലരും ചോദിക്കണം, ഒരു പാത്രത്തിൽ തന്നെ എല്ലാ പ്രസാദവും ഉണ്ടാക്കാമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അത് പാടില്ല. സാധാരണയായിട്ട് ഓരോ വിഭവവും പായസം, വെള്ള നിവേദ്യം, മണ്ടപ്പുറ്റ് പ്രത്യേക പാത്രങ്ങളിൽ തയ്യാറാക്കുന്നതാണ് ഉത്തമം. ഇതിന് പിന്നിൽ കുറച്ച് കാരണങ്ങളുണ്ട്. അതായത് ഓരോ നിവേദ്യവും ദേവിക്ക് അർപ്പിക്കുന്ന ഒരു പ്രത്യേക വഴിപാടുകളാണ്. അതിനാൽ അവ വെവ്വേറെ പാത്രങ്ങളിൽ ഭക്തിയോടെ തയ്യാറാക്കുന്നതാണ് ആചാരം. പൊങ്കാല ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. പുതിയ മൺകലം വേണോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഓരോ വർഷവും പുതിയ മൺകലം തന്നെ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതായത് പഴയത് ഉപയോഗിക്കാതിരിക്കുന്നതാണ് കേട്ടോ നല്ലത്. പിന്നെ നമ്മൾ അത് ഉപയോഗിക്കുന്നതിന് മുന്നേ തന്നെ നല്ല രീതിയിൽ കഴുകി അത് ഉണക്കി അത് നമ്മളിപ്പോൾ പൊങ്കാലിടുന്നതിന് മുന്നേ അതിന് നന്നായിട്ട് കുങ്കുമവും പൊട്ടൊക്കെ തൊട്ട് ഒരു പൂമാലയൊക്കെ ചാർത്തിയിട്ട് നമ്മൾ വെക്കുന്നത് നല്ലതാണ്. പിന്നെ അടുപ്പ് കൂട്ടുമ്പോൾ 3 ഇഷ്ടികൾ ഉപയോഗിച്ച് അടുപ്പ് കൂട്ടണം. അല്ലെങ്കിൽ ഒരു വലിയ അടുപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 6 ഇഷ്ടിക 2 വെച്ചിട്ട് 2 അങ്ങനെ 3 ഇതിൽ 3 ഭാഗത്തായിട്ട് നമുക്ക് ഈ 2 ഇഷ്ടികളെ വെച്ചിട്ട് കൂട്ടിയിട്ട് നമുക്ക് അങ്ങനെയും കത്തിക്കാം. സാധാരണയായി ഓരോ പാത്രത്തിനും പ്രത്യേക അടുപ്പുകൾ കൂട്ടുന്നതാണ് പതിവ്. അപ്പോൾ 2026 ഈ ഒരു വർഷം ചന്ദ്രഗ്രഹണം ഉള്ളതിനാൽ വൈകുന്നേരം 3:20 മുൻപായിട്ട് തന്നെ നിവേദ്യം പൂർത്തിയാക്കണം. അതുകൊണ്ട് സമയം ലാഭിക്കാനായിട്ട് ഒരേ സമയം ഒന്നിലധികം അടുപ്പുകൾ കത്തിച്ച വിഭവങ്ങൾ വേഗത്തിൽ തയ്യാറാക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമ്മൾ പൊങ്കാല ഇടുന്നതിന് മുന്നേ വീട്ടിലാണ് പൊങ്കാല ഇടുന്നതാണെങ്കിൽ പൊങ്കാല ഇടുന്നതിന് മുൻപ് തന്നെ വീടും പരിസരവും നല്ല രീതിയിൽ വൃത്തിയാക്കണം. പുലവാലായ്മ തുടങ്ങിയ അശുദ്ധികൾ ഉണ്ടാവാൻ പാടില്ല. അശുദ്ധി ഉണ്ടെങ്കിൽ അത് 7-8 ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് പൊങ്കാല ഇടാൻ പാടുള്ളൂ. വീടിന് ചുറ്റും പരിസരം എല്ലാം നല്ല രീതിയിൽ വൃത്തിയാക്കി തൂത്ത് ചപ്പ് ചവറുകളെല്ലാം കെട്ടി അതെല്ലാം എടുത്ത് കത്തിച്ചൊക്കെ കളഞ്ഞ് വൃത്തിയായിട്ട് നല്ല ശുദ്ധജലമോ ചാണകവെള്ളമൊക്കെ തളിച്ചിട്ട് വേണം നമ്മൾ പൊങ്കാല ഇടാനായിട്ട്. അതെല്ലാം നമുക്ക് മുറ്റമൊന്നും ഇല്ലാത്തവരെ ഫ്ലാറ്റിലൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീടിൻ്റെ അകത്ത് കിച്ചണൊക്കെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് മീൻ ഇറച്ചി അങ്ങനെയുള്ളതെല്ലാം ആ കിച്ചണിൽ നിന്നെല്ലാം ഒഴിവാക്കി നല്ല രീതിയിൽ ശുദ്ധിയാക്കിയതിന് ശേഷം നിങ്ങൾക്ക് അടുപ്പിൻ്റെ ചോട്ടിൽ നമുക്ക് അടുക്കളയിൽ പൊങ്കാല ഇടാവുന്നതാണ്. ആ ഒരു സമയം നോക്കിയിട്ട് പൊങ്കാല സമയം നോക്കിയിട്ട് നമുക്ക് ആ ഒരു സമയത്തിന് തന്നെ പൊങ്കാല ഇടുന്നതാണ്. പിന്നെ തലേ ദിവസം തന്നെ വ്രതം ആരംഭിക്കണം. നമുക്ക് 3 ദിവസം മുന്നേ ആണെങ്കിലൊക്കെ വ്രതം എടുക്കാൻ പറഞ്ഞല്ലോ. അപ്പോൾ നിങ്ങൾക്ക് തലേ ദിവസം വ്രതം എടുക്കുന്നവരാണെങ്കിൽ മത്സ്യമത്സ്യങ്ങളൊക്കെ ഒഴിവാക്കി ലഘുവായുള്ള ആഹാരങ്ങളൊക്കെ കഴിച്ച് നമുക്ക് വ്രതം എടുക്കാം. പിന്നെ മുറ്റം വൃത്തിയാക്കി ചാണകവെള്ളമൊക്കെ തളിക്കുന്നത് ഒരു മെയിനായിട്ടുള്ള കാര്യമാണ് കേട്ടോ. ചാണകവെള്ളം ഇല്ലാത്തവർ മഞ്ഞൾ വെള്ളമോ അല്ലെങ്കിൽ കർപ്പൂരമൊക്കെ ഇട്ടിട്ടുള്ള വെള്ളമൊക്കെ തളിച്ച് ശുദ്ധി വരുത്തണം. ദിശയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അത് പലർക്കും തെറ്റിപ്പോകുന്ന കാര്യമാണ്. അപ്പോൾ നമ്മുടെ വീട് ചിലപ്പോൾ വടക്കോട്ടൊക്കെ ആയിരിക്കാം, ചിലപ്പോൾ പടിഞ്ഞാറോട്ടായിരിക്കാം. അപ്പോൾ എപ്പോഴും നമ്മൾ കിഴക്കോട്ട് സൂര്യനെ അഭിമുഖമായി തിരിഞ്ഞ് നിന്ന് വേണം പൊങ്കാല ഇടാനായിട്ട്.
പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരൊറ്റ കാര്യം എന്ന് പറഞ്ഞാൽ വീടിൻ്റെ സ്ഥാനമാണ്. അതായത് വീടിൻ്റെ പ്രധാന വാതിലിന് നേരെ അടുപ്പ് കൂട്ടരുത്. വാതിലിൻ്റെ ഇടത് ഭാഗത്തോ വലത് ഭാഗത്തോ ആയിട്ട് വേണം അടുപ്പ് കൂട്ടാനായിട്ട്. പുതിയ ചുട്ടുകല്ലുകൾ ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ കല്ല് വെക്കാനായിട്ട്. അതിന് നമുക്ക് 6 കല്ലുകളോ 3 കല്ലുകളോ ഉപയോഗിക്കാം. പുതിയ മൺകലം തന്നെ ഉപയോഗിക്കാൻ നോക്കുക. അപ്പോൾ അടുപ്പിൻ്റെ വലതുവശത്ത് ഒരു നിലവിളക്ക് കത്തിച്ച് വെച്ച് നമ്മൾ ഗണപതി ഒരുക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിരുന്നു. കഴിഞ്ഞ വീഡിയോയിലും വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗണപതി ഒരുക്ക്. അപ്പോൾ ശർക്കര, പഴം, അവൽ, മലര് ഇതെല്ലാം ഒരുക്കി വെച്ച് ഗണപതിയെ പ്രാർത്ഥിച്ച ശേഷം മാത്രമേ നമ്മൾ കർമ്മങ്ങൾ തുടരാവൂ. ആറ്റുകാലമ്മയുടെ ഒരു ചിത്രം കൂടിയൊക്കെ അടുപ്പിന് സമീപം വെക്കുന്നത് നല്ലതാണ്. പിന്നെ അതുപോലെ ക്ഷേത്രത്തിലെ ഭണ്ഡാരടുപ്പിൽ തീ പകരുന്നതിനനുസരിച്ച് വേണം നമ്മൾ TV-യിൽ ഒരു സമയം നോക്കിയിട്ടാണ് വീട്ടിൽ നമ്മൾ പൊങ്കാലയുടെ സമയത്തും തീ പകരാനായിട്ട്. പിന്നെ കത്തിച്ച് വെച്ച നിലവിളക്കുണ്ടല്ലോ, അതിൽ നിന്ന് വേണം നമ്മൾ അടുപ്പിലേക്ക് തീ പകരാനായിട്ട്. പിന്നെ പൊങ്കാല അടുപ്പിൽ അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ എന്ന ഒരു മന്ത്രം ജപിച്ചുകൊണ്ട് വേണം നമ്മൾ ആ ഒരു ചെയ്തുകൊണ്ടിരിക്കാനായിട്ട് ആ ഒരു സമയത്ത്. പിന്നെ അരി കലത്തിലിടുമ്പോൾ ഒരു പിടി നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് നമ്മൾ നല്ല രീതിയിൽ നമ്മുടെ വിഷമങ്ങളെല്ലാം മനസ്സിൽ വിചാരിച്ചിട്ട് വേണം നമ്മൾ കലത്തിലോട്ട് അരിയിടാനായിട്ട്. ക്ഷേത്രത്തിൽ നിവേദ്യം കതിയുന്ന സമയത്ത് ഏകദേശം ഒരു 1:15 വീട്ടിൽ നിങ്ങൾക്ക് നിവേദിക്കണം. ഒരു ഗ്ലാസ്സിൽ കുറച്ച് ശുദ്ധജലം എടുത്തിട്ട് അതിൽ കുറച്ച് തുളസിയിലയും പൂക്കളും ഇട്ടിട്ട് ആ വെള്ളം പ്രാർത്ഥനയോടെ നിവേദ്യത്തിന് മുകളിൽ തളിക്കുക. അപ്പം നമുക്ക് അതിനുശേഷം പ്രാർത്ഥിച്ചാൽ എവിടെയായാലും നിങ്ങളുടെ ആ വിളി അമ്മ കേൾക്കും. അപ്പോൾ ഇത് ചിട്ടയോടുകൂടി പാലിച്ച് നിങ്ങൾ പൊങ്കാലയിട്ടാൽ ഭഗവതിയുടെ പൂർണ്ണമായിട്ടുള്ള അനുഗ്രഹം നിങ്ങൾക്ക് കിട്ടും.